പരാതിയാണ്, മൊത്തം പരാതിയാണ്. ആരെ ഈ പരാതിയൊക്കെ പരിഹരിക്കുക? നേതൃത്വ നിരയിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ പരാതി. ആർക്കാണ് പരാതി എന്നല്ലേ? കോൺഗ്രസിലുള്ളവർക്ക് തന്നെ അല്ലാണ്ടാർക്ക് പരാതി കളറാക്കാനായിട്ട് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും കുറേ പരാതി പറയാനുണ്ട്. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനെത്തിയ സതീശേട്ടൻ പിടങ്ങി. എന്താ കാര്യം? യോഗത്തിന് വന്ന സതീശേട്ടനെ സ്വീകരിക്കാൻ ആരും വന്നില്ല, അത്ര തന്നെ. ഓഹോ, പ്രവർത്തകർക്കൊക്കെ ഇത്ര അഹങ്കാരോ? വാദിക്കലേക്ക് വരാണ്ട് ഞങ്ങളുടെ സതീശേട്ടൻ വരില്ല. അങ്ങനെ ഞങ്ങളുടെ സതീശേട്ടൻ കവാടത്തിൽ തന്നെ നിലയുറപ്പിച്ചു. പിന്നല്ലാണ്ട് ഒന്നുമില്ലെങ്കിലും പ്രതിപക്ഷ നേതാവല്ലേ വന്നേക്കണത്, ആ ബഹുമാനം കൊടുക്കണ്ടേ? നിങ്ങൾ ബഹുമാനം തന്നില്ലെങ്കിലേ അത് ചോദിച്ച് വാങ്ങിക്കാൻ ഞങ്ങളുടെ സതീശേട്ടൻ നന്നായിട്ട് അറിയാട്ടാ. DCC പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് സതീശേട്ടൻ അകത്തേക്ക് പോയത്. പിന്നെ അല്ല സതീശേട്ടൻ്റെ അടുത്ത കളി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എന്താണ് ശരിക്കും നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ആനയിക്കാൻ ചെല്ലഞ്ഞത്? കാര്യം ഞങ്ങളുടെ സതീശേട്ടൻ മുഖ്യമന്ത്രിനെ വിമർശിക്കും, മുഖ്യമന്ത്രി രാജാവിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കുള്ള രാജാവ് നമ്മുടെ സതീശേട്ടനല്ലേ? അതൊക്കെ നിങ്ങളിനി എന്നാ പഠിക്കാൻ പോണത്? പഠിച്ചില്ലെങ്കിലേ സതീശേട്ടൻ പഠിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ സ്വീകരിക്കേണ്ടത് DCC പ്രസിഡന്റ് അല്ലേന്ന് പുള്ളി പരസ്യമായിട്ട് ചോദിച്ചില്ലേ? ഇതൊക്കെ കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? DCC പ്രസിഡന്റുമാരറിയാത്ത ഒരു പരിപാടി ഉണ്ടാവരുതെന്ന് സതീശേട്ടൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പരിപാടി എന്തുറ്റാന്ന് അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ആനയിക്കാൻ എന്തായാലും ചെല്ലണം. സതീശേട്ടന്റെ കലിപ്പ് എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ? മൈക്കിന് വേണ്ടി അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് KPCC പ്രസിഡന്റിനോട് വരെ ചൂടായി. പിന്നെയാണ് DCC പ്രസിഡന്റ്. സതീശേട്ടന് ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും വിട്ടു നിർത്തും, പറഞ്ഞേക്കാം. ജോണി നെല്ലൂരല്ലത്? എന്താ ചേട്ടാ, എന്തിനൊക്കെ അറിയണേ? എന്താ വിഷമം? 54 വർഷത്തെ പൊതുജീവിതം, ഇങ്ങനെ അവസാന നാളുകളിൽ ആ പൊതുജീവിതം വിട്ടു നിൽക്കാൻ എന്നെപ്പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാം എന്നാലോചിച്ചു. ആ തീരുമാനം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പോവാണോ? അത് ശരി. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്, ഇങ്ങനെ കരയല്ലല്ലോ വേണ്ടത്. എന്താ ചേട്ടാ, ചേട്ടനും കണ്ണീർ കഥ പറയാനുണ്ടോ? പുതിയ നേതൃത്വം വന്നപ്പോൾ എന്തോ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്തോ ഒരു മതിയായ പരിഗണന തരാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് ഞാൻ രജിസ്റ്റേർഡ് കത്തയച്ചു. എന്താണ് വിഷയം? ഇപ്പോൾ ആ സെക്രട്ടറി എന്ന പദവി ഉണ്ടോ? മറുപടി തന്നില്ല. നേരിട്ട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് രജിസ്റ്റേർഡ് കത്ത്, അതിലപ്പുറം എന്താ? പുതിയ നേതൃത്വം എന്ന് പറയുമ്പോ ഇപ്പൊ ആരാ? സതീശേട്ടനല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിലെ പ്രശ്നം കൊണ്ടാവും ജോണി ചേട്ടാ. നിങ്ങള് സതീശേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കാണില്ല. അങ്ങനെ വന്നാ അപ്പൊ ഞങ്ങള് നൈസായിട്ട് ഒഴിവാക്കും. അത് ഞങ്ങളുടെ സതീശേട്ടന്റെ ഒരു ശീലായി പോയി. രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ വലിയൊരു സ്വീകരണം വെച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് എന്നെയാണ് ചുമതലപ്പെടുത്തിയതിന് പോകണം. അപ്പോൾ 2 രീതിയിലാണ് പോകുന്നത്. UDF സെക്രട്ടറി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ. ഞാൻ അവിടെ ചെന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോഴൊക്കെ അവിടെ ചെന്നാൽ മുൻനിരയിൽ സീറ്റുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പ്രാസംഗികരുടെ പട്ടികയിൽ ആദ്യത്തിൽ ഒന്നുകിൽ CP ജോൺ അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലുമായിരുന്നു തുടക്ക പ്രസംഗക്കാർ. എന്നാൽ അന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ, 27 കസേരകൾ മുൻനിരയിൽ ഇട്ടിട്ട് ഞാൻ ആ 27 കസേരകളും പോയി നോക്കിയപ്പോൾ പേരില്ല, കേരള കോൺഗ്രസിൻ്റെ പേരില്ല. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി മുൻനിരയിൽ സീറ്റില്ല, 27 കസേര ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ജോണി ചേട്ടൻ മാറി മാറി നോക്കി. എന്നിട്ടും ജോണി ചേട്ടന് മാത്രം സീറ്റില്ല. എന്തോരം പദവി വഹിക്കണ ആളാണ്. ഒക്കെ പോട്ടെ, കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവല്ലേ, എന്നിട്ട് എന്താ മുന്നിൽ സീറ്റ് തരാഞ്ഞ്? ജോണി ചേട്ടൻ MM ഹസനോടോ സതീശേട്ടനോടോ ഒക്കെ ചോദിക്കായിരുന്നില്ലേ? ഹസനോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ പ്രതികരണം, സീറ്റൊക്കെ ഇട്ടത് ഞങ്ങളല്ല, DCC-യാണ്. അപ്പം ഞാൻ ചോദിച്ചു, DCC-യെ പറയുന്നതിന് നിങ്ങളല്ലേ ഞങ്ങളെ വിളിച്ചത്? ഞാൻ ഈ മുന്നണിയിലെ 3ാമത്തെ കക്ഷിയുടെ പ്രതിനിധിയാണ്, UDF സെക്രട്ടറിയുമാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, UDF സെക്രട്ടറി ആണോ എന്ന് എനിക്കറിയില്ല, അത് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം. സംഭവം എന്താണ്? UDF സെക്രട്ടറി സ്ഥാനം ആരും അറിയാണ്ട് സതീശേട്ടൻ അങ്ങോട്ട് മരവിപ്പിച്ചു. അതന്നെ കാര്യം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഞാനുമായി നല്ല ബന്ധമായിരുന്നു. എവിടെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം എന്നോട് ഈ അവഗണന അല്ലെങ്കിൽ എനിക്ക് നൽകിയിരുന്ന മറ്റേ UDF സെക്രട്ടറി സ്ഥാനം മരവിപ്പിക്കാൻ തീരുമാനിച്ചോട്ടെ, എന്നോടത് പറയണ്ടേ? അതാ എനിക്ക് അവമാനം. എന്നോട് പറഞ്ഞാൽ ഞാൻ പിന്നെ UDF സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. അത് പറയാതെ മരവിപ്പിച്ചു എന്നറിയാതെ ഞാൻ ആ സെക്രട്ടറി ആണല്ലോ എന്ന് കരുതി പലയിടത്തും പോവുകയും അപമാനം ഉണ്ടായില്ലേ?
നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. UDF സെക്രട്ടറി സ്ഥാനം മരവിപ്പിച്ചത് ജോണി ചേട്ടൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നിട്ട് എല്ലായിടത്തും ഞാൻ UDF സെക്രട്ടറിയാണേ, ഞാൻ UDF സെക്രട്ടറിയാണേ എന്ന് പറഞ്ഞ് നാട് നീളെ നടന്നു, പരിപാടികളിൽ പങ്കെടുത്തു, സമരങ്ങൾ ചെയ്തു. അപ്പൊ ജോണി ചേട്ടൻ ആരായി? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആയില്ലേ അദ്ദേഹത്തിന്റെ ജീവിതം. രാജ്ഭവന് മുന്നിൽ UDFന്റെ ഒരു പരിപാടി. അവിടെ ഞങ്ങളുടെ ജോണി ചേട്ടൻ്റെ കസേരയൊക്കെ കിട്ടി. പക്ഷെ ആരും മൈൻഡാക്കിയില്ല. പ്രത്യേകിച്ച് MM ഹസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദിയിലുള്ള എല്ലാവരുടെ പേരും പറഞ്ഞു, ജോണി ചേട്ടൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. അങ്ങനെ അവിടെയും ഞങ്ങളുടെ ജോണി ചേട്ടൻ അപമാനിതനായി. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്ഭവൻ്റെ മുന്നിൽ സത്യത്തിൽ ഞാൻ കരഞ്ഞ അവിടുന്ന് പോകുന്നത്. എന്താ ചേട്ടാ, എന്താ പറയ്, മനസ്സോർക്ക് ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കേ. ശരത്ചന്ദ്ര പ്രസാദും അടക്കമുള്ള നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ജോണി നെല്ലൂർ ഇരിക്കുന്നു. പറഞ്ഞില്ല പേര്. അസനോട് ഞാൻ ചോദിച്ചു, അയ്യോ അങ്ങനെ ഉണ്ടായോ എന്ന് പുള്ളി പൊട്ടം കളിക്കുകയത്. അപ്പോൾ അത് എനിക്ക് താങ്ങാവുന്നില്ല. പല സന്ദർഭങ്ങളിലും ഞാൻ പോയി, ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തനത്തിൽ നിന്നു. പിന്നെ എവിടെ ചെന്നാലും ആളുകളും മാധ്യമങ്ങളും ഒക്കെ നമ്മളെ അറിയുന്നതുകൊണ്ട് അവരത് കൊടുക്കും ഭംഗിയായിട്ട്. അത് ശരി, പൊതുമധ്യത്തിൽ വെച്ച് ഞങ്ങളുടെ ജോണി ചേട്ടനെ അപമാനിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിങ്ങളൊക്കെ നിന്നൂല്ലേ ഹസൻജി? എൻ്റെ ചെയർമാനായ PJ ജോസഫിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. റെസ്പോണ്ട് ചെയ്തില്ല. 2 ദിവസം കാത്തിരുന്നു. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരോടൊക്കെ ഞാനിത് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു മോശമായി പോയി. പക്ഷെ 2-3 ദിവസം കാത്തിരുന്നിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇത്രയേറെ അവഗണന സഹിച്ച് ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഇനി ആ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്നത് കൂടുതൽ അപമാനിതരാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രാജിവെക്കുന്നു എന്ന് എറണാകുളത്ത് പത്രക്കാരോട് പറഞ്ഞു. രാജിവെച്ചു. ഒക്കെ സഹിച്ചു ഞങ്ങളുടെ ജോണി ചേട്ടൻ. VD സതീശന്റെ അവഗണനയും MM ഹസന്റെ അപമാനവും ഒക്കെ സഹിച്ചു. സങ്കടം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ സ്വന്തം പാർട്ടി നേതൃത്വത്തോട് ഉള്ളു തുറന്നു. അപ്പൊ അവിടെയും അവഗണന. പിന്നെ എന്തിനു ജോണി ചേട്ടൻ അവിടെ നിൽക്കണം? ഒരു നിമിഷം പോലും നിന്നില്ല. അപ്പൊ തന്നെ പെട്ടിയും കിടക്കെടുത്ത് പടിയിറങ്ങി. ജോണി ചേട്ടൻ ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്ന കരുതി സന്തോഷിച്ചവരോടൊക്കെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ. ഞങ്ങളുടെ ജോണി ചേട്ടൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പോവാണ് മക്കളെ. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാം എന്ന് ആലോചിച്ചു. ആ തീരുമാനം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പരാതികളും കണ്ണീർ കഥകളും ഇവിടെ അവസാനിക്കുന്നില്ല. UDF ഉള്ളിടത്തോളം കാലം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.